Vivo latest V60 Lite Middle East variant ആണ് 2 ദിവസം മുമ്പാണ് ഈ ഒരു സ്മാർട്ട്ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയത്. സാധാരണ രീതിയിൽ 2 ദിവസത്തെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യുന്നില്ല. പകരം ഒരു 5-8 ദിവസമൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഒരു സ്മാർട്ട്ഫോണിന്റെ റിവ്യൂ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയുള്ളൂ. ചിലർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ ചെറുതായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം അധികം പറഞ്ഞേക്കാൻ സമയമില്ല. കാരണം ഫ്ലൈറ്റിന്റെ സമയം ഏകദേശം ആവാറായി. ചെറുതായിട്ടൊന്ന് നാട്ടിൽ പോകേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഇൻട്രോ മാത്രമായിരിക്കും ഖത്തറിൽ നിന്നുണ്ടാവുക. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഉണ്ടാവുക. അപ്പോൾ സമയം കളയേണ്ട, ഞാനൊന്ന് നാട്ടിൽ പോയി വരാം. ബാക്കി ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ നിന്നും കണ്ടുമുട്ടാം. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ബ്ലാക്ക് കളറിലുള്ള ബാക്ക് കേസ് വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ വിവോയുടെ ഫ്ലാഷ് ചാർജ് അഡാപ്റ്ററും ടൈപ്പ് A to ടൈപ്പ് C ചാർജിങ് കേബിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് കളറാണ്. ഇത് കൂടാതെ ബ്ലൂ കളറിലും അവൈലബിൾ ആണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ഷീറ്റാണ്. മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഭയങ്കര ഒരു സ്മൂത്ത്നെസ് നമുക്ക് പിറകിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്മഡ്ജസും കാര്യങ്ങളൊന്നും വരുന്നതല്ല. V60യുടെ സിമിലർ ക്യാമറ മൊഡ്യൂൾ കാണാം. ഓറ ലൈറ്റും പിറകിലുണ്ട്. അതുപോലെ ബോഡി ഫ്രെയിമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. 7.6 mm ബോഡി തിക്നെസ്സും 194 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ എഡ്ജസിലൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു കേർവ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും സെക്കൻഡറി സ്പീക്കറുകളിലും. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ വരുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. മൈക്രോഫോൺ, ടൈപ്പ് C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഡിസൈൻ വൈസ് അത്യാവശ്യം ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ IP65 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേ വരുന്നത് 6.77 ഇഞ്ചിന്റെ MOLED പാനലാണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. 3000 nits ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ തന്നെ ഏതൊരു സിറ്റുവേഷനിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ സെൻസറോട് കൂടിയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ താരതമ്യേന ബസൽസും കാര്യങ്ങളൊക്കെ കുറവാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കും. 387 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. MediaTek Dimensity 7360 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാകോറിൽ 2.5 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് 2.2 അല്ല, 3.1 ആണ് കൊടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഖത്തറിൽ 12 GB 256 GB എന്ന് പറയുന്ന ഒറ്റ മെമ്മറി വേരിയൻ്റാണ് അവൈലബിൾ ആകുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇല്ല. അതുപോലെ തന്നെ പെർഫോമൻസ് സൈഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളൊരു നോർമൽ യൂസറാണ്. അത്യാവശ്യം മൾട്ടി ടാസ്കിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഇതുവരെ എനിക്ക് അങ്ങനെ ലാഗിങ്ങോ അല്ലെങ്കിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ലൊരു സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടിയും നമ്മളൊരു നോർമൽ ഗെയിമർ ആണെങ്കിൽ ഞാൻ ഇതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചത്. ഏകദേശം 45 മിനിറ്റ്സിനടുത്ത് ഞാൻ ഇതിൽ കളിച്ചപ്പോൾ എനിക്കങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ വലിയ ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത്രയും സമയം ഗെയിം കളിച്ചിട്ട് എനിക്കിതിലൊരു ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ ചെറുതായിട്ടുള്ള രീതിയിൽ വാം എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ഫൺ ടച്ച് OS 15 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത് തന്നെ ഒറിജിൻ OSലേക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ മാറുന്നതാണ്. ആസ് യൂഷ്വലി ബ്ലോട്ടേഴ്സും ആഡ്വേഴ്സും ആപ്പ് സജഷൻസും ഗെയിം സജഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ സർക്കിൾ ടു സെർച്ച്, എറേസ്, ട്രാൻസ്ലേറ്റ്, ട്രാൻസ്ക്രൈബ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കാണാൻ സാധിക്കുന്നതാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ എൻ്റെ ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ളത് ഒക്ടോബറിലെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഈ ഒരു വിവോ സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് നൽകുന്നു എന്നത് ശരിക്കും ഒരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റു ചൈനീസ് ബ്രാൻഡൊക്കെ അതിൽ ചില സമയത്തൊക്കെ ഒരു ഡിലേ വരുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊക്കെ ആണെങ്കിൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ഒരു സമയം വരെ എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു ഘടകമാണ് ബാറ്ററി എന്ന് പറയുന്നത്. 6500 mAh ബാറ്ററി, 90 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ബൈപ്പാസ് ചാർജിങ് ഇതിൽ സപ്പോർട്ടാണ്. റിവേഴ്സ് വയർഡ് ചാർജിങ് ഇതിൽ സപ്പോർട്ടാണ്. ആ ഒരു 90 വാട്ട് ചാർജർ യൂസ് ചെയ്തുകൊണ്ട് 0 to 100 ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ലൈഫ് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും ഒരു ദിവസത്തിന് മുകളിൽ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഇനിയല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോണിയുടെ IMX882 സെൻസറോട് കൂടിയിട്ടുള്ള 50 മെഗാ പിക്സൽ മെയിൻ ലെൻസും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസാണ് റിയർ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിവേ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ V50 Lite ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം മിക്ക ഫോട്ടോസിലും അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ചില ഫോട്ടോസിലൊക്കെ സ്റ്റിൽ ആ ഒരു ചെറിയൊരു ഡീറ്റെയിൽ കുറവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡയലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള HDR പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് കണ്ടുവരുന്ന വിവോ സ്മാർട്ട് ഫോണിലൊക്കെ ഉള്ള ആ ഒരു AI വിഷ്വൽ അഥവാ ആ ഒരു 4 സീസൺസിൻ്റെ ഫോട്ടോസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓക്കെ ലെവൽ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി മിക്ക ഫോട്ടോസും അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ചില ഫോട്ടോസിലൊക്കെ നമ്മുടെ സ്കിൻ ടോണിൽ എവിടെയൊക്കെ ഒരു റെഡിഷ് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയലൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോസും കാണാൻ സാധിക്കും. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു HDR പെർഫോമൻസും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസാണ് എനിക്ക് ഈ ഒരു V60 Liteൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജാണ് 4K 30 ഫ്രെയിം/സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. HDR പെർഫോമൻസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ വീഡിയോ വൈസ് പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് 4K വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ് 4K 30 ഫ്രെയിം/സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 4K സ്റ്റെബിലിറ്റി ഒരല്പം കുറവാണ്. പക്ഷേ ഫുൾ HD കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്കിൻ ടോൺ ഒരല്പം റെഡിഷ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. HDRൻ്റെ അവസ്ഥ ഈ കാണുന്ന തരത്തിലൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് പറയാനാണെങ്കിൽ ഒരു എബവ് ആവറേജ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. V60 Liteൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GB 1099 ഖത്തറിൽ, ഏകദേശം ഇന്ത്യയുടെ 26,000 രൂപയ്ക്ക് മുകളിലാണ് പ്രൈസ് വരുന്നത്. ഓൾ ഓവർ GCCയിലും ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി കിഡിലനായിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ഉണ്ട്. അതുമാത്രമല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ എനിക്ക് ഇതുവരെ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ലാഗിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളൊരു സാധാരണ യൂസർ ആണെങ്കിൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻ്റ് ആണ് നിങ്ങളുടെ ബജറ്റ് എങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു V60 Liteനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു V60 Lite സ്മാർട്ട് ഫോൺ യൂസർ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്ന് യൂസ്ഫുൾ ആകുന്നത് തന്നെയാണ്. ഇനി എന്നും പറയാനുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.